മാറ്റങ്ങൾ പറഞ്ഞാൽ സാറേ ഇപ്പം ഇവർ ഈ ചർച്ച ചെയ്തതിനപ്പുറം ഒരുപാട് അഡപ്റ്റ് ചെയ്യാൻ എനിക്കില്ല. പക്ഷെ ഇത് മീഡിയോക്കർ ലെവലിൽ നിൽക്കുന്ന ജോലികളെ അഫക്റ്റ് ചെയ്യും, അഫക്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ AI ബേസ്ഡ് ആയിട്ട് കുറേം കൂടെ കോണ്ടന്റിനെ പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമുക്ക് ഭയങ്കരമായ ഒരു ഔട്ട്റീച്ച് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ആക്ച്വലി കുറേം കൂടെ എന്താ പറയുക, ഞങ്ങളുടെ ടേൺ ഓവർ മാറുകയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് പണ്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, കൺസോളിഡേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുറേ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആൾക്കാരുടെ എണ്ണം ലിമിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ജോലി പോകുന്നുണ്ടല്ലോ, ഇല്ല എന്ന് പറയുന്നതിനകത്ത് ഇപ്പൊ കാര്യമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ മുണ്ടൈൻ വർക്കുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മീഡിയോക്കർ പരിപാടികൾ ചെയ്യുന്നവരെ പലപ്പോഴും AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അത് ഇല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, ഈ AI ടെക്നിക്കൽ AI അതുപോലെ തന്നെ പൊളിറ്റിക്കൽ AI എന്ന രണ്ട് വീക്ഷണത്തിൽ ഇതിനെ കാണണം. ടെക്നിക്കൽ AI എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ വാല്യൂ അഡീഷൻ ഉണ്ടാവാം, ക്വാളിറ്റി ഓഫ് വർക്ക് എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് മേന്മയുണ്ടാവും. അത് നമുക്ക് ഭയങ്കരമായിട്ട് അബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നാലും പൊളിറ്റിക്കലി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് തൊഴിലവസരങ്ങൾ കുറയ്ക്കാനും തൊഴിലില്ലായ്മ സൃഷ്ടിക്കാനും ഇടവരും എന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലടക്കം വളരെ വ്യാപകമായി വന്നതാണ് ഗിഗിഫിക്കേഷൻ ഓഫ് ലേബർ. ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്തു. നമ്മുടെ നീതി ആയോഗ് എല്ലാം സ്വപ്നം കണ്ടത് ഇന്ത്യയിലൊരു 5 കോടി 6 കോടി ഒരു 2030-31 വരുമെന്നാണ് പറഞ്ഞത്. ശരിയാണ്. ആ മേഖലയിലുള്ള പല പ്രധാനപ്പെട്ട കമ്പനികൾ, 5 ടെക് കമ്പനികളുടെ റിസർവ്, ടെക് റിസർവ് എന്ന് പറയുന്നത് $558 ബില്യൺ ഡെവലപ്പ് ചെയ്ത വളരെ പെട്ടെന്ന് അത് ഡിപ്പായി താഴേക്ക് പോയി ഈ കഴിഞ്ഞ ക്രൈസിസ് പീരീഡ്. അതിനകത്ത് എന്താ കാര്യം? അപ്പോൾ ഈ ഒരു അരക്ഷിത കമ്പോളം എന്ന് പറയുന്നത് തൊഴിലവസരങ്ങളെ തന്നെ ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഇതൊരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതല്ല. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ മനുഷ്യാധ്വാനത്തെ ഒരിക്കലും സ്വാഭാവികമായിട്ടും ഓട്ടോമേഷനോ അല്ലെങ്കിൽ ഈ AIക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പൂർണ്ണമായി കഴിയില്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരു ശസ്ത്രക്രിയ, അത് ഈ പറയുന്ന റോബോട്ടിക് ശസ്ത്രക്രിയ പറയുമ്പോൾ കുറേം കൂടി പലരും പറയുന്നത് അത് സേഫാണെന്നാണ്. മറ്റൊരു ചുമ വന്നുപോയി, കത്രിക മാറിപ്പോയി കഴിഞ്ഞാൽ പണി തീർന്നു. ഇവൻ അതല്ല, കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിന് സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.